എല്ലാവർക്കും നമസ്കാരം. പുഷ്പ 2 വലിയ റിവ്യൂസ് ഒന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സിനിമ 800 കോടിയിലധികം കളക്ഷൻ നേടി. ഒരാഴ്ചയിൽ അത് 1000 കോടി കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തെലുങ്ക് സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യ സിനിമയാണ് ഇത്രയും വേഗത്തിൽ 1000 കോടി എത്താൻ പോകുന്നത്. നെഗറ്റീവ് റിവ്യൂ ഒന്നും സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം പുറത്ത്, അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല സപ്പോർട്ടാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഫസ്റ്റ് കളക്ഷൻ എല്ലാ സിനിമകളുടെയും റെക്കോർഡുകളും വെട്ടിച്ചിട്ടുള്ള ഒരു ചരിത്രവും ഇപ്പോൾ പുഷ്പയ്ക്കുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ സിനിമ അത്രയും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തത്. ഏകദേശം 400 കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ് ശിവകാർത്തികേയൻ്റെ അമരൻ എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു സിനിമയ്ക്ക് എതിരെ ഒരാൾ കേസ് കൊടുത്തിരുന്നു. ഏകദേശം 11 കോടി രൂപയ്ക്കാണ് കേസ് കൊടുത്തത്. അതായത് അദ്ദേഹത്തിൻ്റെ നമ്പർ ആ ഒരു സിനിമയിൽ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കോളുകൾ ശല്യമായിട്ട് വന്നു, കുറേ കോളുകൾ വന്നു ആ ഫോണിലേക്ക്. അതൊരു ശല്യമായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് 11 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിനായിട്ട് കേസ് കൊടുത്തിരുന്നു. ആ കേസ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അമരൻ സിനിമ ഇറങ്ങി, ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ ആ നമ്പറൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടില്ല. എന്തായാലും ആദ്യം തന്നെ അത് ചെയ്തിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു. 2020 ശേഷം നമ്മുടെ ലാലേട്ടൻ താടി എടുത്തിട്ടുള്ള ഒരു റോള് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് പറയേണ്ടി വരും. അതിനോട് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചപ്പോൾ കണ്ടിന്യൂറ്റി ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമയായ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ലാലേട്ടൻ താടി എടുത്തിട്ടാണ് വരുന്നത്. മീശ മാത്രം വെച്ചിട്ടുള്ള ഒരു ലാലേട്ടൻ നമുക്ക് കാണാം, പഴയ ഒരു ലാലേട്ടൻ്റെ ലുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു മാറ്റം ലാലേട്ടന് അടുത്ത വർഷം മുതൽ, അതായത് ഈ ബറോസ് ഇറങ്ങിയതിന് ശേഷം 2024 ഡിസംബർ 25 ബറോസ് ഇറങ്ങുന്നത്. അതിനുശേഷം ലാലേട്ടന് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബറോസ് തൊട്ട് അങ്ങോട്ട് ഹിറ്റിൻ്റെ കളിയായിരിക്കും. പഴയ ലാലേട്ടനെ, അതായത് ആ തിയേറ്ററിൽ നമ്മൾ ആസ്വദിച്ച് ആഹ്ലാദിച്ച് കൈയടിച്ച് അത്രയും വരവേറ്റിരുന്ന ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, ആ ലെവലിലേക്ക് ലാലേട്ടൻ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ മാറ്റങ്ങൾ എല്ലാത്തിനും നല്ലതാവട്ടെ. കലോത്സവത്തിന് അവതരണ ഗാനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടി 5 ലക്ഷം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അത് പിൻവലിക്കാമെന്നാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി ഇപ്പോൾ പറയുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു വിവാദത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആർക്കായാലും അവരുടെ ഒരു എന്താ പറയുക, സാലറി അത് അവരുടെ അവകാശം തന്നെയാണ്. അത് അവർക്ക് പറയാണ്ട്, അവർക്ക് പറ്റില്ലെങ്കിൽ ഇപ്പം നമുക്കത് അവരൊരു തുക പറഞ്ഞിട്ട് നമുക്കത് പറ്റില്ല എന്നാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഇത്ര ഒരു പ്രസ്താവനയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. രൺബീർ കപൂറിൻ്റെ അനിമൽ സിനിമ നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. അതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അത് പക്ഷേ 2ാം ഭാഗത്തിൽ ഒതുങ്ങില്ല. അതിൻ്റെ 3ാം ഭാഗവും 4ാം ഭാഗവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് രൺബീർ കപൂർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. എന്തായാലും ഗംഭീര സംഭവമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത പാർട്ടിൽ രൺബീർ കപൂർ തന്നെയായിരിക്കും ഒരു പക്ഷെ വില്ലനായിട്ട് വരുന്നുണ്ടാവുക. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടുകളിൽ വലിയ നടന്മാരായിരിക്കും ഒരു പക്ഷെ വില്ലന്മാരായിട്ട് വരാൻ സാധ്യത. അത് 3ലും 4ലും നിൽക്കുമെന്ന് അറിയില്ല. ആ പടം അങ്ങനെ കാണാനുള്ളത് ഉണ്ട് താനും. അതായത് അത്രയും വയലൻസും അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിൽ പടം നമ്മൾ വേറെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. എന്തായാലും നല്ല രീതിയിലുള്ളൊരു സിനിമ വേറെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കൊല്ലമാണ് നമ്മുടെ എമ്പുരാൻ്റെ റിലീസ് വരുന്നത്. ലാലേട്ടൻ്റെ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. പൃഥ്വിരാജാണ് സംവിധായകൻ. അതുപോലെ തന്നെ വലിയ സ്റ്റാർ കാസ്റ്റിൽ വരുന്നൊരു സിനിമയാണ്. മോഹൻലാൽ, പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ആ ഒരു സിനിമയാണത്. അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന സിനിമയിൽ പൃഥ്വിരാജ് ജോയിൻ ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അതിൻ്റെ സ്റ്റില്ലുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ടാഗോട് കൂടി വരുന്ന സിനിമയാണ് മാർക്കോ, നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ. ആ ഒരു സിനിമ ഡിസംബർ 20 തിയേറ്ററിലെത്തുക. എന്തായാലും വലിയ പ്രതീക്ഷയാണ് സിനിമയ്ക്കുള്ളത്. നമ്മുടെ മികായൽ എന്ന സിനിമയിലെ മാർക്കോ എന്ന ആ ഒരു കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ. ആ ഒരു കഥാപാത്രത്തിന് സ്പിൻ ഓഫാണ് ഈ ഒരു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. അതിൽ നമ്മുടെ ജഗദീശ്വരൻ്റെ വലിയൊരു എന്താ പറയുക, അത്രയും ക്രൂരമായ കഥാപാത്രമൊക്കെ കാണാം എന്ന തരത്തിലുള്ള സൂചനകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്താ പറയുക, അപ്പോൾ ആ ഒരു ലെവലിലാണ് അതിൻ്റെ പ്രതീക്ഷകൾ നിൽക്കുന്നത്. പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ഹിറ്റാവും എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷകളാണ് മാർക്കോയ്ക്ക് ഉള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി.
2025 മാർച്ച് 27-നാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. ആ ഒരു സിനിമയിൽ വലിയൊരു താരം എന്ന് പറഞ്ഞാൽ വലിയൊരു തമിഴ് താരം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.